വളരെ പ്രശസ്തമായിട്ടുള്ള ധ്യാനലിംഗം ജഗ്ഗി വാസുദേവിൻ്റെ സദ്ഗുരുവിൻ്റെ ധ്യാനലിംഗത്തിൽ രസശിവലിംഗങ്ങളും അതുപോലെ തന്നെ രസം ഓരോ പ്രതിഷ്ഠയുടെയും നട്ടെല്ലായിട്ട് രസം പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രസത്തിൻ്റെ ശിവലിംഗങ്ങൾ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് മാത്രമല്ല, രസശ്രീചക്രങ്ങളുണ്ട്, രസയന്ത്രങ്ങളുണ്ട്, പലതരത്തിലുള്ള രസത്തിൽ തീർത്ത വിഗ്രഹങ്ങളുണ്ട്. വളരെ പഴക്കം ചെന്നതാണ് രസേശ്വര സിദ്ധാന്തം എന്ന് പറയുന്നത്. ജീവൻ മുക്തി എന്ന് പറയുന്നത് ശരീരം ഉള്ളപ്പോൾ തന്നെ ഉണ്ടാവേണ്ടതായതുകൊണ്ട് തന്നെ ശരീരത്തിന് അതിപ്രാധാന്യവും ഉണ്ട്. അസുഖം വരാത്തതും വാർദ്ധക്യം ബാധിക്കാത്തതുമായിട്ടുള്ള ശരീരത്തിന് മാത്രമേ ജ്ഞാനം ദർശിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് രസേശ്വര ശൈവ സിദ്ധാന്തത്തിൻ്റെ ബേസ്. രണ്ട് കാര്യങ്ങളാണ് രസേശ്വര സിദ്ധാന്തത്തിലുള്ളത്. ഒന്ന് പരതസേവ എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഉപയോഗവും, രണ്ടാമത്തത് ഹഠയോഗവുമാണ്. ഈ രസം എന്നുള്ള വാക്കിന് അബ്സോർബ് എന്നൊരു അർത്ഥവും കൂടെ. അതായത് എല്ലാവരെയും ആകർഷിക്കുന്നത്, അല്ല എല്ലാവരെയും തന്നിലേക്ക് ചേർക്കുന്നത് എന്ന് ഒരർത്ഥമുണ്ട്. മെർക്കുറിക്ക് ഒരുപക്ഷെ ഈ പേര് വന്നത് മിക്ക ലോഹങ്ങളും മെർക്കുറിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ലെഡ് ടിന്നിലേക്കും, ടിന്ന് കോപ്പറിലേക്കും, കോപ്പർ വെള്ളിയിലേക്കും, വെള്ളി സ്വർണത്തിലേക്കും അലിഞ്ഞു ചേരും. എന്നാൽ സ്വർണത്തെ വരെ തന്നിലേക്ക് ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവ് രസത്തിനുണ്ട്. എല്ലാ ജീവാത്മാക്കളും, എല്ലാ പശുക്കളും പരമാത്മാവായിരിക്കുന്ന പശുപതിയിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പരശിവനായിരിക്കുന്ന ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്ന പോലെ മിക്ക ലോകങ്ങളും ഇവിടെ രസം പരതയിലേക്ക് ലയിക്കും എന്നുള്ളതാണ്. രസേശ്വര ശൈവസത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഗോരക്ഷനാഥനെ കുറിച്ച് പറഞ്ഞപ്പം ഈ രസേശ്വര ശൈവസത്തോടൊപ്പവും അല്ലാതെയും നാദസമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഓരോ ദേശത്ത് ഉള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ നാദസമ്പ്രദായത്തിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ശാബരമന്ത്രങ്ങളുടെ ഇൻഫ്ലുവൻസും കൊണ്ടുവന്നതിൽ ഗോരക്ഷനാഥൻ്റെ പങ്ക് വളരെ വലുതാണ്. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ശാബരതന്ത്രത്തിൻ്റെ ഇൻഫ്ലുവൻസ് ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ തുടങ്ങിയിട്ട് എല്ലാ ഏരിയകളിലും, എല്ലാ മേഖലയിൽ ജീവിക്കുന്ന, പല സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന, പല നാടുകളിലുള്ള മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ ട്രൈബൽസ് മുതൽ എല്ലാ ഏരിയകളിലും ശാബരമന്ത്രത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാം. അതിന് ശരിക്കും നമസ്കരിക്കേണ്ടത് ഗോരക്ഷനാഥനെയാണ്. ഗോരക്ഷനാഥനാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്നാൽ ശാബര ചിന്താമണി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം മത്സ്യേന്ദ്രനാഥൻ എഴുതിയിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നു. ശാബരതന്ത്രങ്ങളിൽ പെടുന്ന മന്ത്രസാധന അല്ലെങ്കിൽ മന്ത്രങ്ങളെന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള താന്ത്രിക് പ്രാക്ടീസുകളിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇപ്പം മഹാവിദ്യകളുടെയൊക്കെ സാധന വരുന്ന സമയത്ത് അതിനകത്തുള്ള പറയുന്നത് പോലത്തെ ക്രമങ്ങളോ ന്യാസങ്ങളോ അല്ലെങ്കിൽ അംഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു രീതിയാണ്, കീലകങ്ങളോ ഒന്നുമില്ലാത്ത ഒരു രീതിയാണ് ശാബരമന്ത്രങ്ങൾ പറയുന്നത്. ശാബരമന്ത്രങ്ങൾ അതാത് ദേശത്തെ ഭാഷയിലായിരിക്കും വന്നിരിക്കുന്നത്. അത് ഹിന്ദിയിലുണ്ട്, മറാഠിയിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡ ഭാഷയിലുണ്ട്. നമുക്കറിയാത്ത ഈ സംസ്കൃതവും അല്ലെങ്കിൽ അതാത് ദേശങ്ങളിൽ ഈ ഭാഷകളുണ്ട്. ഇപ്പം മലയാളമായി ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാഷയിലും ഈ മന്ത്രങ്ങൾ കാണാം. ശാബരമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനം. ഞാൻ, എൻ്റെ ഗുരു, മഹാദേവൻ, പിന്നൊരു സത്യവും. ഞാനാണ്, എൻ്റെ ഗുരുവിനാണ്, എൻ്റെ ഈശ്വരനാണ് സത്യം, അല്ലെങ്കിൽ ഞാനാണ്, എൻ്റെ ഗുരുവിനാണ്, കാളിയാണ് സത്യം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുവിനാണ്, അപ്പൂപ്പനാണ് സത്യം. ഇങ്ങനെയൊക്കെയാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് തെലുങ്കിലായാലും കന്നഡത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും ഒക്കെ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക മന്ത്രങ്ങളും അവസാനിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും. യൂഷ്വലി അതിനൊരു മീനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വില്ലാണ്, നമുക്കതിനൊരു ആഗ്രഹം, ഒരു സങ്കല്പമാണ് ഇതിനകത്തെ പ്രധാനവും.
ശിവഭഗവാനിൽ നിന്നും പാർവതീ ദേവിയിലേക്ക് വന്നതാണ് ശാബര മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. അത് പിന്നീട് ഗോരക്ഷനാഥനിൽ ലഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ ചില പഠനങ്ങളിൽ പറയുന്നു ഭഗവാന്റെ പടിഞ്ഞാട്ടുള്ള മുഖത്തിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ച് ഭഗവതിയിലേക്ക് എത്തിയതും അതിൽ നിന്നും ഗോരക്ഷനാഥനിലേക്ക് എത്തിപ്പെട്ടു എന്നും പറയുന്നു. ഈ മന്ത്രങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും. കീലകമില്ലാത്ത മന്ത്രങ്ങളാണ്, കീലകപ്രയോഗങ്ങളില്ലാത്ത മന്ത്രങ്ങളാണ് ശാബര മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിന് കീലകപ്രയോഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം മറ്റു മന്ത്രങ്ങളുടെ കൂട്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും. ദശമഹാവിദ്യകളിൽ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുകയോ അല്ലെങ്കിൽ മഹാദേവൻ്റെ തന്നെ ഇതിൽപ്പെട്ടിട്ടുള്ള മഹാവിദ്യകൾ മോക്ഷവിദ്യകൾ ഏതെങ്കിലുമാണ് സാധന ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ വൈഷ്ണവമായിട്ടുള്ള ഏതെങ്കിലും മോക്ഷവിദ്യയാണെങ്കിലോ, ഇപ്പോൾ മഹാദേവൻ്റെ ആണെങ്കിൽ അഘോരം ആവാം, മൃത്യുഞ്ജയം ആവാം, ശരഭനാവാം, ഏതുമാവാം. അപ്പോൾ അതിൽ വൈഷ്ണവമായിട്ടുള്ള നരസിംഹം, ഉഗ്ര നരസിംഹമാവാം, അല്ലെങ്കിൽ ലക്ഷ്മി നരസിംഹമാവാം, സുദർശനമാവാം, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ കൃഷ്ണനാവാം. ഏത് ഉപാസന എടുത്താലും അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ പഞ്ചാംഗങ്ങളെ പഠിച്ച് ന്യാസങ്ങളും ധ്യാനങ്ങളും കവചങ്ങളും സഹസ്രനാമങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ പദ്ധതി പഠിച്ച് അതിൻ്റെ യന്ത്രരൂപത്തിൽ ആ ഈശ്വരനെ സങ്കല്പിച്ച് പൂജ കഴിക്കുകയും അതിൻ്റെ ഹോമവും തർപ്പണവും തുടങ്ങിയിട്ടുള്ള പുരസ്ചരണ ക്രിയകളും ഒക്കെ ചെയ്ത് വന്നിട്ടാണ് അതിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് കുറേ കാലം എടുക്കും, കുറേ കാലം എടുക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ ശാബര മന്ത്രങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയൊന്നുമില്ല. അത് മലയാളത്തിൽ, ഇപ്പം മലയാളത്തിലുള്ള ശാബര മന്ത്രങ്ങളാണെങ്കിൽ അത് മലയാളത്തിൽ ഒരർത്ഥം ഉണ്ടായിരിക്കും. അതൊരു കാര്യസാധ്യത്തിനായിട്ടുള്ളൊരു പ്രത്യേക ഇതിലുള്ള ഒരു അർത്ഥം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു വില്ലോട് കൂടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ ആ മന്ത്രത്തിനകത്ത് 3 കാര്യങ്ങൾ എന്തായാലും കാണും. ഒന്ന് ഞാൻ കാണും, വിളിച്ചപേക്ഷയൊക്കെ പോലെയാണ്. വിളിച്ചപേക്ഷാ മന്ത്രങ്ങളൊക്കെ ഈ ശാബര മന്ത്രത്തിൽ പെടുന്നതാണ്. നമ്മൾ ഓരോന്ന് വിളിച്ച് എന്നെ തോണണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ കുടുംബവുമായിട്ട് ചെയ്തിട്ടുള്ള പ്രാരാബ്ദങ്ങളൊക്കെ തീർക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനാണ്, എൻ്റെ ഗുരുവിനാണ്, ഈ ദേവതയാൽ, അവിടെ ഏതെങ്കിലും ദേവതാ സങ്കല്പം ഉണ്ടെങ്കിൽ ആ ദേവതയാണ് സത്യം, ഇത് സത്യമായി ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണിത് അവസാനിക്കുന്നത്. മിക്കയിടത്തും പലയിടത്തും ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ ഇന്നും ഇത് വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ആൾക്കാർ തന്ത്രവുമല്ല, ഇത് വൈഷ്ണവല്ല, ഇത് വൈദികമല്ല, ഇത് താന്ത്രികമല്ല എന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് ദ്രാവിഡൻ ആണ്, ഇത് നമ്പൂതിരിമാർ വന്ന് മാറ്റിയതാണ്, ആചരണം മാറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കിടുന്ന കാണാം. ഇതിനകത്ത് ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്, ദ്രാവിഡവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് പൊളിറ്റിക്സ് കുത്തിക്കയറ്റുന്ന കാണാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഗോരക്ഷനാഥൻ വഴി ഇത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട്, ഇത്ര കാലമൊന്നുമല്ല, നൂറ്റാണ്ടുകളായിട്ട് ഒരുപാട് ഏരിയകളിൽ ഇത് പ്രചരിച്ചിരുന്നു. ഈ പ്രചരിച്ച ഈ ശാബരമന്ത്ര പ്രയോഗം നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ പിന്നീട് മറ്റു പല പദ്ധതികളും വന്നു ചേർന്നിട്ടുമുണ്ട്, മിക്സ് ആയിട്ടുമുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ശാബരമന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫലസിദ്ധി പെട്ടെന്ന് കിട്ടുന്ന മന്ത്രങ്ങളാണ്. പൊതുവെ ആചാര്യന്മാർ പറയുന്നത്, എൻ്റെ ഒരു അനുഭവം അത് തന്നെയാണ്, ഏതെങ്കിലും ഒരു മഹാവിദ്യ ഉപാസന നല്ല രീതിയിലുള്ള ഒരാൾ മാത്രമേ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാവുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ അല്ലാതെയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിന് വലിയ യൂഷ്വലായിട്ടുള്ള ഒരു ശുദ്ധിക്രിയകൾ പറയുന്നതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ യൂഷ്വലി ഒരു റിച്വൽസിൻ്റെ ആവശ്യങ്ങളില്ല. ഈ പറയുന്ന വലിയൊരു ക്രമം, നമുക്കൊരു പൂജ കഴിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ റിച്വൽസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഗ്രാമർലി അല്ലെങ്കിൽ പാണിനിയമൊക്കെ പറയുന്ന പോലെ മന്ത്രശബ്ദം ഉപയോഗിക്കുന്ന രീതിക്ക് ആ ശബ്ദത്തിൻ്റെ ഒരു ക്രമമോ അങ്ങനെയൊന്നുമില്ല. ഭക്തിയും ആ സങ്കല്പവും ആ വിശ്വാസവും ഈ മന്ത്രം കൃത്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നിടത്താണിത്. അതുകൊണ്ട് തന്നെ ഈ പല ആൾക്കാരും പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, വളരെ ശക്തിയുള്ളതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് പറയുമെങ്കിലും ശാബരമന്ത്രങ്ങൾ ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകളിൽ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലും നമ്മുടെ മലയാളത്തിലൊക്കെയുള്ള പല സോഷ്യൽ മീഡിയയിലും FBയിലും അതുപോലെ തന്നെ പല ബുക്കുകളിലും ഒക്കെ ഈ സാധനം ഇപ്പം വരുന്നുണ്ട്, ഒരുപാട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല മലയാളം താന്ത്രിക ഗ്രന്ഥങ്ങളിലും മന്ത്രവാദ ഗ്രന്ഥങ്ങളിലും മാന്ത്രിക ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ ശാബരമന്ത്രങ്ങൾ ധാരാളമായിട്ട് വരുന്നത്. മന്ത്രക്രിയാ പദ്ധതികൾ പോലുള്ള മലയാളം ഭാഷാമന്ത്രങ്ങൾ വരുന്നതിനകത്ത് ശാബരമന്ത്രങ്ങൾ ധാരാളം വരുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടെടുത്ത് ഉപയോഗിക്കാം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് ദീക്ഷ മേടിച്ച ഒരു മഹാവിദ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ശാപനമന്ത്രമോ അല്ലെങ്കിൽ ഭൂക്തി മാർഗങ്ങളിലുള്ള ദേവതകളെയോ പണ്ട് കാലങ്ങളിൽ കാവുകളിലോ ക്ഷേത്രങ്ങളിലായിട്ടോ തേവാരത്തിലോ അല്ല വീടുകളിലോ മച്ചിൻ്റെ പുറത്തോ ഒക്കെ ആയിട്ട് ആരൊക്കെ വെച്ച് ആരാധിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊരു മഹാവിദ്യ ഉപാസന ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ചാത്തനെ ആയാലും യക്ഷിയെ ആണെങ്കിലും ഗന്ധർവനെ ആണെങ്കിലും അറുവലയാണെങ്കിലും മാടനെ ആണെങ്കിലും അതല്ല അപ്പുപ്പൻ ദേവതയാണെങ്കിലും യോഗീശ്വരനെ ആണെങ്കിലും രക്ഷസിനെ ആണെങ്കിലും ഏത് ദേവതയെ ആരാധിക്കുകയാണെങ്കിലും ഭുക്തിമാർഗം ഭൗതിക വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്. നമ്മുടെ തടസ്സങ്ങൾ മാറി ഭൗതിക ജീവിതം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആരും ചാത്തനെ ആരാധിക്കുന്നത്. മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ യക്ഷിയെ ആരാധിക്കുന്നത്. മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഗന്ധർവനെ ആരാധിക്കുന്നത്. അവരവരുടെ ജീവിതം ഭംഗിയാക്കാൻ വേണ്ടി തന്നെയാണ് ഋഷിമാർ ഈ സങ്കല്പങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മോശമൊന്നുമല്ല, അതങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു മഹാവിദ്യയും കൂടി ആരാധിച്ചിരുന്നു പൂർവികർ. ഉദാഹരണത്തിന് ചാത്തനെയോ യക്ഷിയോ ഒക്കെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭദ്രകാളിയും മഹാദേവനും ഒക്കെ വേറെ പ്രധാന ദേവതയായിട്ട് അവിടെ ഉണ്ടാവും. അല്ലെ ഗണപതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദേവത അവർക്ക് മന്ത്രസിദ്ധി വരുത്തിയ, അവർ പുരസ്ചരണം പൂർത്തിയാക്കിയ ഒരു മഹാവിദ്യ പ്യുവർ പ്രൊട്ടക്ഷനായിട്ട് അവർക്ക് അവിടെ ഉണ്ടാവും. അത് പാലിക്കണം എന്നുള്ളതാണ്. ശാപനമന്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ അത് വേണം എന്നുള്ളതാണ് എൻ്റെ വളരെ ശക്തമായ അഭിപ്രായം. ചിലവർ ചോദിക്കാറുണ്ട്, അപ്പോൾ സർപ്പക്കാവുകളിലൊക്കെ പണ്ട് സർപ്പങ്ങളും പിന്നെ ഗന്ധർവനും യക്ഷിയൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സർപ്പങ്ങൾ മഹാവിദ്യയാണ്. അത് ചില ആൾക്കാർ പറയും ഭൗതിക വിഷയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സങ്കല്പമാണ് സർപ്പാരാധന എന്നുള്ളത്. അല്ല, അത് വളരെ ഗൂഢമായിട്ടുള്ളതും ശിവൻ്റെ 5 മുഖം കൂടാതെ 6ാമതൊരു മുഖവും കൂടെ ഉണ്ട്. ആ മുഖത്തെക്കുറിച്ച് നമുക്ക് ശാക്തേയ തന്ത്രം പഠിക്കുന്ന സമയത്ത് ഞാനവിടെ പറയാം. ആ സമയത്ത് 6ാമത്തെ മുഖത്ത് നിന്നുമാണ് പാതാള ഗ്രന്ഥങ്ങൾ പുറത്തേക്ക് വന്നതെന്നും പാതാള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സർപ്പവിഷയങ്ങൾ വരുന്നതും സർപ്പവിഷയം മഹാവിദ്യയാണെന്നും ശ്ലോകം അടക്കമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം, ആ സമയത്ത് പറയാം. അപ്പം ഇവിടെ നമ്മൾ ഗോരക്ഷനാഥനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, രസവിദ്യയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ അദ്ദേഹം ശാപരമന്ത്രങ്ങളും കൂടി സാധാരണ ജനങ്ങളിലേക്കും രസവിദ്യ കൈകാര്യം ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ശാപരമന്ത്രങ്ങൾക്ക് ഗുരുപദേശം വേണ്ട എന്നും വേണം എന്നും 2 അഭിപ്രായമുണ്ട്. ഇപ്പം മൂപ്പന്മാരുടെയൊക്കെ കയ്യിൽ നിന്നും ശാപരമന്ത്രങ്ങൾ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കൊടിഞ്ഞി അതുപോലുള്ള ചില അസുഖങ്ങൾക്കൊക്കെ ഇവർ ഓതുന്നത് കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിച്ച് വേണം, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് സ്ഥലത്താണ്. ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോകളൊക്കെ ചെയ്ത് നമ്മൾ കാട് എൻ്റെ ഭാഗത്തുമൊക്കെയാണ് സാധനയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇപ്പോൾ ഇലക്ട്രിക് കമ്പികൾ ഇട്ടിരിക്കുകയാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കുന്നത്. ഇലക്ട്രിക്കൽ കമ്പികൾ ഇട്ടിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുണ്ട്. പന്നിയും അതുപോലെ തന്നെ പല ആനയൊക്കെ വരും. പണ്ട് കാലത്ത് ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവർ മന്ത്രപ്രയോഗങ്ങളും അതുപോലെ തന്നെ ആയുധപ്രയോഗങ്ങളും നടത്തിയിരുന്നു. വേട്ട ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വേട്ടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മന്ത്രപ്രയോഗങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. ആ മന്ത്രപ്രയോഗങ്ങളുടെ ശക്തി കാരണം വന്യമൃഗങ്ങൾ കൃഷിസ്ഥലത്തേക്ക് പ്രവേശിക്കത്തില്ലായിരുന്നു. ഒന്നാലോചിച്ച് ഇത്രയും ടെക്നോളജികൾ വളർന്നിട്ടും ഇതുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഷോക്ക് അടുപ്പിച്ച് വിടുക എന്നുള്ളതേ ഉള്ളൂ. വെടി പൊട്ടിക്കുകയും ഷോക്ക് അടുപ്പിച്ച് വിടുക എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ രീതി. അന്നത്തെ കാലത്ത് അവരാ പ്രയോഗിച്ചിരുന്ന പദ്ധതികളുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം രസേശ്വര ശൈവസത്തെക്കുറിച്ച് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. സാന്ദർഭികവശാൽ ശാപരമന്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കാശ്മീര ശൈവസത്തെക്കുറിച്ച് പഠിക്കാം. കാരണം ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ശൈവ കൾട്ടുകളുണ്ട് തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നന്ദികേശ്വര ശൈവിസം എന്നൊക്കെ പറയുന്ന ഒരുപാട് പഴയ ശൈവിസമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ കിട്ടിയ സീലുകളിൽ നന്ദിയുടെയും പശുവിൻ്റെയും ഒക്കെ സീലുകളുണ്ട്. അതുപോലെ തന്നെ അർദ്ധനാരീശ്വര മതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അതുപോലെ തന്നെ ഈ കാബാലിക ശൈവസത്തിൻ്റെ ഒക്കെ ഓഫ് ഷൂട്ടുകളായിട്ടുള്ള ചില സമ്പ്രദായങ്ങൾ, അതുപോലെ സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഓഫ് ഷൂട്ടുകളായിട്ടുള്ള കൊച്ചു ശൈവ സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ കാബാലിക ശൈവസത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള, അതിൽ നിന്ന് വിഭിന്നമായിട്ട് തുടങ്ങിയിട്ടുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ശൈവ സമ്പ്രദായങ്ങൾ, അതേപോലെ സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഓഫ് ഷൂട്ടുകളായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി വന്നിട്ടുള്ള ചില
ശൈവ സമ്പ്രദായങ്ങൾ. അങ്ങനെ ഒരുപാട് ഉപഭേദങ്ങളുണ്ട് ശിവോപാസനയ്ക്ക്, ഒരുപാടുണ്ട്. ഭാരതം അതാണ്, ആയിരക്കണക്കിന് ഉപഭേദങ്ങളുണ്ട് ഭാരതം. അത് നമ്മൾ ഭാഗ്യവാന്മാരുമാണ് അതിനകത്ത്. അതുപോലെ തന്നെ ശ്രീകണ്ഠാചാര്യരുടെ ശിവാദ്വൈതവാദം, അതും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ശ്രീകണ്ഠാചാര്യരുടെ ശിവാദ്വൈതവാദം ഞാനത് പറയണം എന്ന് വിചാരിച്ചാണ്. എന്തായാലും വൈഷ്ണവ തന്ത്രങ്ങളെക്കുറിച്ചും പഞ്ചരാത്രങ്ങളെക്കുറിച്ച് പറയുമ്പം രാമാനുജാചാര്യരെ തൊടാതെ പോകാൻ പറ്റത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പോൾ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതവാദവുമായിട്ട് ശ്രീകണ്ഠാചാര്യരുടെ വാദം വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ വിഷയം അത് പറയുന്ന സമയത്ത് ശ്രീകണ്ഠാചാര്യരുടെ ഒരു സിദ്ധാന്തവും കൂടെ നമുക്കവിടെ പറഞ്ഞങ്ങ് പോവാം. ഈ ശ്രീകണ്ഠാചാര്യർ ബ്രഹ്മസൂത്രത്തിനൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്, ശൈവ ഭാഷ്യം, വ്യാസഭഗവാന്റെ ബ്രഹ്മസൂത്രത്തിന്. അതിന് അപ്പയ്യാദീക്ഷിതർ ശിവാർക്ക മണിദീപിക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, അത് ഇംഗ്ലീഷിലും കിട്ടും കേട്ടോ. അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അത് ശിവവിശിഷ്ടാദ്വൈത ക്രമം ആണ് അതിനകത്ത് പറയുന്നത്. ഇങ്ങനെ നീളുന്നു തന്ത്രയുടെ ഇൻഫ്ലുവൻസസോട് കൂടിയിട്ടുള്ള ശൈവ സമ്പ്രദായങ്ങൾ. ചിലതൊക്കെ ഇന്ന് നിലനിൽക്കുന്നു, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ചിലതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളറിയാതെ നമ്മുടെ സമയവും കാലവും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ കൂട്ടുനിന്നും കൊടുക്കുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഭാരതത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്നതാണ്, ഇന്നും നിലനിൽക്കുന്നതാണ്. അതിൽ പലതും അത്രയും കോറുള്ള കാര്യമാണ്, അത്രയും നമ്മുടെ ഉപാസനാ സംസ്കാരവും സ്പിരിച്വാലിറ്റി ആയിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ സീരീസ് ഒരു പക്ഷേ ഇതിലേക്കൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, നമുക്ക് ഒരുപാട് ഉപഭേദങ്ങളുണ്ട് ശൈവത്തിൽ. അതൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ പറയാം. ഇപ്പോഴും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പുതിയ പുതിയ ശൈവ ഉപഭേദങ്ങളെയും വൈഷ്ണവ ഉപഭേദങ്ങളെയൊക്കെ നമുക്ക് കാണാം. അപ്പം അതൊക്കെ ഒരു സമയത്ത് ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞാനത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പം ശാപരമന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം ഒരു കാര്യം വിട്ടുപോയത്, ഹനുമാൻ ചാലിസ എന്നൊക്കെ പറയുന്നത് ശാപരമന്ത്രക്രമത്തിൽ പെടുന്നതാണെന്ന് ചില പണ്ഡിതന്മാർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാശ്മീര ശൈവദർശനങ്ങളെക്കുറിച്ചും തന്ത്രയുടെ പല വിഷയങ്ങളെക്കുറിച്ചും കാശ്മീര ശൈവ ഗുരുക്കന്മാരെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈവ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.